1959-ലെ ക്യൂബൻ വിപ്ലവം കരീബിയൻ മേഖലയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ദേശീയ ഭൂകമ്പമായിരുന്നു. അമേരിക്കൻ പിന്തുണയുടെ നിലനിന്നിരുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ച് ക്യൂബ സോവിയറ്റ് യൂണിയന്റെ ചേരിയിലേക്ക് നീങ്ങിയതോടെ സാമ്രാജ്യത്വ ശക്തികൾ ചൊടിക്കുകയും 1962-ൽ വാഷിംഗ്ടൺ ക്യൂബയ്ക്കെതിരെ സമ്പൂർണ്ണ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ ഉപരോധം ക്യൂബയുടെ ആഡംബര സിഗാറുകൾക്ക് വലിയ തിരിച്ചടിയായി. എങ്കിലും ഈ വിലക്കിനെ ധിക്കരിക്കാൻ ഒരാൾ മാത്രം തുനിഞ്ഞു: അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി. സാമ്പത്തിക യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും ക്യൂബൻ സിഗാറുകൾ അദ്ദേഹത്തിന്റെ കൈകളിൽ പുകഞ്ഞു. ഉപരോധ ഉത്തരവിൽ ഒപ്പിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് കെന്നഡി തന്റെ പ്രസ് സെക്രട്ടറി പിയർ സാലിഞ്ചറെ 1200 ക്യൂബൻ പെട്ടിറ്റ് അപ്പർമാൻ സിഗാറുകൾ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തി. പ്രഭാത സൂര്യൻ ഉദിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സ്വകാര്യ സിഗാർ ശേഖരം ഭദ്രമായി കൈവശമുണ്ടായിരുന്നു. ഈ പുകച്ചുരുളുകൾ കയ്യിൽ ഭദ്രമാക്കിയ ശേഷം മാത്രമാണ് അദ്ദേഹം ഉപരോധ ഉത്തരവിൽ ഒപ്പിട്ടത്. എന്നാൽ വിധിയുടെ ക്രൂരമായ തിരിച്ചടിയിൽ കെന്നഡിക്ക് തന്റെ പ്രിയപ്പെട്ട സിഗാർ ശേഖരത്തിന്റെ ആനന്ദം പൂർണ്ണമായി അനുഭവിക്കാൻ കാലം അനുവദിച്ചില്ല.